യാത്രാ ബുദ്ധിമുട്ടും ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്ന രീതിയിൽ അനധികൃത തെരുവ് കച്ചവടം വ്യാപകമായ സാഹചര്യത്തിൽ മഞ്ചേരി നഗരസഭ ശക്തമായ പരിശോധന നടത്തി. ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിക്ക് ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു. മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡ് മുതൽ അഹമ്മദ് കുരിക്കൽ ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് വരെ ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തിയവരെ ഒഴിപ്പിച്ചു. കൂടാതെ സാധനങ്ങൾ റോഡിലേക്ക് ഇറക്കിവെച്ച് കച്ചവടം നടത്തിയ വ്യാപാരികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി. ഇതിനൊപ്പം തുറക്കൽ ബൈപ്പാസ് റോഡിൽ അനധികൃതമായി കച്ചവടം നടത്തിയിരുന്ന 4 സ്ഥാപനങ്ങൾക്കെതിരെയും നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചു. പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും തടസ്സരഹിതവുമായി ഫുട്പാത്തും റോഡും ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും അനധികൃത തെരുവ് കച്ചവടവും ഫുട്പാത്ത് കയ്യേറ്റവും നടത്തുന്നവർക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ വലാഞ്ചിറ അബ്ദുൾ മജീദ്, നഗരസഭാ സെക്രട്ടറി YP മുഹമ്മദ് അഷ്റഫ് എന്നിവർ അറിയിച്ചു. ആരോഗ്യ വിഭാഗം മേധാവിയും ക്ലീൻ സിറ്റി മാനേജറുമായ JA നുജൂം, എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഇൻചാർജ് TP അസ്മൽ ഷെരീഫ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദുദ്ദീൻ മുല്ലപ്പള്ളി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റജി തോമസ്, C രതീഷ്, P റിൽജു മോഹൻ, C നസ്രുദ്ദീൻ, P ജംസി, OS പ്രിയ, PC ഷാമിൽ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.